വൃക്കരോഗിയായ സ്ത്രീക്ക് വേണ്ടി നാട്ടുകാർ സമാഹരിച്ച 15 ലക്ഷം രൂപ തിരിച്ചു നൽകാതെ ബാങ്ക്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ മുടങ്ങിയ ആനിക്കാട് സ്വദേശിനി സുനിത ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. നേരത്തെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയ മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് ഈ ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മുൻ പ്രസിഡന്റ് നടത്തിയ തിരിമറിയെന്നാണ് ബാങ്ക് പ്രസിഡന്റ് പറയുന്നത്. അമ്മയുടെ ചികിത്സയ്ക്കായി നാട്ടുകാരോട് സഹായം അഭ്യർത്ഥിക്കുന്ന 9ാം ക്ലാസ്സുകാരന്റെ വീഡിയോ വൈറലായതോടെയാണ് വൃക്കരോഗിയായ സുനിതയെ തേടി സുമനസ്സുകളുടെ സഹായമെത്തിയത്. ചികിത്സാ സഹായമായി കിട്ടിയ തുക നിക്ഷേപിച്ചത് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിൽ. പലതവണ പണം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് കൈമലർത്തിയതോടെ ചികിത്സ മുടങ്ങി. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സുനിതയ്ക്ക് ഡയാലിസിസിനും മറ്റ് ചികിത്സകൾക്കുമായി വേണ്ടത് വൻ തുക. എൻ്റെ അമ്മ സുനിത 4 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ സഹായം മാധ്യമങ്ങളിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി. അത് ഞങ്ങളിങ്ങനെ വാഴക്കുളത്തെ മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ തരാമെന്നാണ്. സെക്രട്ടറിനെ വിളിക്കുമ്പോൾ പ്രസിഡന്റിനെ വിളിക്കാൻ പറയും. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ 2 ആഴ്ച കഴിയുമ്പോൾ തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ബില്ലടക്കി അവർ നിവൃത്തിയില്ല. അടിയന്തര ചികിത്സയ്ക്കായി 50,000 രൂപയെങ്കിലും നൽകാൻ ആവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ എത്തിയെങ്കിലും ബാങ്ക് പണം നൽകിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ മുൻ പ്രസിഡന്റ് നടത്തിയ ക്രമക്കേടുകളാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. സുനിത ഉൾപ്പെടെ പണം നിക്ഷേപിച്ച പലർക്കും തിരിച്ചു കിട്ടാനുള്ളത് ലക്ഷങ്ങൾ. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രസിഡന്റും പ്രാദേശിക നേതാക്കൾ ഭരണസമിതി അംഗങ്ങളുമായ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. 3 മാസമായി നടക്കുന്ന പരിശോധനയിൽ 4 കോടിയോളം രൂപ ബിനാമി വായ്പ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.